ഞാനിപ്പോ എന്റെ വീട്ടിലാണ്. CPM-ന്റെ ഭീഷണി മൂലം പുറത്തിറങ്ങാൻ വയ്യാതെ നിൽക്കുകയാണ്. 10 CPM സഹാക്കന്മാർ വന്നിരുന്നെങ്കിൽ എനിക്കൊന്ന് പുറത്തോട്ടിറങ്ങാമായിരുന്നു. വീണ ജോർജിനെതിരെ സമരം ചെയ്തതിന്റെ പേരിൽ എന്നെയും കോൺഗ്രസ്സുകാരെയും വീട്ടിലിരുത്തും, പുറത്തിറക്കില്ല, മൂത്രം ഒഴിക്കാൻ പോലും പുറത്തിറക്കില്ല, ഞങ്ങളുടെ ശവക്കുഴി തൂണ്ടും, എന്നെ തീർത്തു കളയും എന്നെല്ലാമുള്ള ഭീഷണി കേട്ടു. ചിരിക്കാനാണ് തോന്നിയത്. ഒരു കാര്യം മാത്രം ഞാൻ വീണ ജോർജിനോടും പത്തനംതിട്ടയിലെ CPM നേതൃത്വത്തോടും പറയാം. ഞങ്ങൾക്ക് വളരെ സാധാരണ നിലയിൽ വന്ന് പൊതുപ്രവർത്തനം ആരംഭിച്ചവരാണ്. ഞങ്ങളെ ഭീഷണിപ്പെടുത്തിയും ആക്രമിച്ചും ഇല്ലാതാക്കാൻ കഴിയുമായിരുന്നെങ്കിൽ KSU കാലത്ത് ഞങ്ങളെ തീർക്കാൻ കഴിയണമായിരുന്നു. വീണ ജോർജിന് പൊതുപ്രവർത്തന പാരമ്പര്യം ഇല്ലാത്തത് കൊണ്ടാണ് അവർ ഗുണ്ടകളെ വിട്ട് ഇത്തരം ആക്രോശങ്ങൾ ഞങ്ങൾക്കെതിരെ നടത്തുന്നത്. ഇങ്ങനെയായിരുന്നു ബംഗാളിൽ, ഇങ്ങനെയായിരുന്നു ത്രിപുരയിൽ. എല്ലാവരെയും അടിച്ചമർത്തി, ആരെയും വീട്ടിൽ നിന്ന് പുറത്തിറക്കാൻ അനുവദിക്കാതെ, സമരം ചെയ്യാൻ അനുവദിക്കാതെ ഡാസ്റ്റ് നടത്തിയ CPM-ന്റെ ഏരിയ കമ്മിറ്റി സെക്രട്ടറിമാർ, ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാർ, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ ഇവരെല്ലാം ഇന്ന് കേരളത്തിലെ ഹോട്ടലുകളിൽ പൊറോട്ട അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് മര്യാദയ്ക്ക് ഞങ്ങൾ പറഞ്ഞേക്കാം, ഞങ്ങളെ ആരെയും വരട്ടാൻ നോക്കണ്ട. ഞങ്ങൾ ഈ നാട്ടിൽ ജനിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ തന്നെ ജീവിക്കും, ഇവിടെ തന്നെ പൊതുപ്രവർത്തനം നടത്തും. CPM എന്ത് അഹങ്കാരം കാണിച്ചാലും, വീണ ജോർജ് ഏത് പോലീസിനെയും ഗുണ്ടകളെ ഉപയോഗിച്ച് ഞങ്ങളെ ഭീഷണിപ്പെടുത്താൻ ശ്രമിച്ചാലും ഞങ്ങളാരും വീട്ടിലിരിക്കില്ല. ഞങ്ങൾ പുറത്തിറങ്ങും. ഞാൻ ഇപ്പോ പുറത്തിറങ്ങാൻ പോവുകയാണ്.